ഇന്ദ്രബാലനും അതുപോലെ തന്നെ കാർവാർ MLA ശ്രീ സതീഷ് സെയിൽസ് MLAയും കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്, SP ഉണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട 3 MLAമാരുണ്ട്. സച്ചിൻ ദേവ് ഉണ്ട്, AK മസ്റഫ് ഉണ്ട്, ലിൻഡോ ജോസഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ബ്രീഫ് ചെയ്ത പോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നാളത്തോടു കൂടി തീരുമാനമെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മേജർ ജനറൽ ഇന്ദ്രബാലൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഡ്രോൺ വെച്ചുകൊണ്ട് 3 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് നേവിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് കളക്ടർ നാളെ തീരുമാനം അറിയിക്കും. തുടർന്ന് MLA സൂചിപ്പിച്ച പോലെ തുടർന്ന് അങ്ങോട്ട് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം, പരിശോധന, സെർച്ചിങ് എല്ലാം തുടർന്ന് നടത്തും എന്നാണ് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് തീരുമാനം എന്നറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, നാളെ ഇപ്പം ഐ തിങ്ക് നാളെ ഏതായാലും അപ്പോൾ നേവിയുമായി സംസാരിച്ച് ഇപ്പോൾ നേരത്തെ ആർമി എല്ലാവരുമായി NDRF എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് നേരത്തെ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ചെയ്ത 3 സ്പോട്ടുകൾ, പോയിന്റുകൾ അത് സെർച്ച് ചെയ്യാനുമുള്ള നടപടി ഉണ്ടാകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ദ്രബാലൻ മലയാളിയാണ്. അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. മേജർ ജനറലായിരുന്നു. ബഹുമാന്യനായ MLA അറിയാലോ, കഴിഞ്ഞ അസംബ്ലിക്ക് പോലും പോകാതെ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. തമിഴ്നാട് നാളെ വരും. സച്ചിൻ പ്രത്യേകിച്ച് മറ്റ് ആധികാരികമായി മേജർ ജനറൽ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും നമ്മുടെ മുന്നിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തുടർന്ന് അങ്ങോട്ട് ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് കൂട്ടായി ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അതിൻ്റെ ഭാഗമായി ചെയ്യുക എന്ന് തന്നെയാണ്. അതിൽ മറ്റു അഭിപ്രായ ഭിന്നതകളൊന്നും ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല. എല്ലാ അർത്ഥത്തിലും പരമാവധി സഹകരണം മാധ്യമപ്രവർത്തകരുൾപ്പെടെ എല്ലാവരും ഈ ഒരു വലിയ ഓപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഇതിൽ 3 പേരാണ് കേട്ടോ. ഇത് അർജുൻ കൂടാതെ 2 ഈ പ്രദേശത്തുള്ള 2 സഹോദരങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം 3 പേർക്കും വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ പറ്റൂ. അതാണ് MLA സൂചിപ്പിച്ചത്. നേവി എല്ലാം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് കണ്ടെത്താൻ വേണ്ടി അവർ നമ്മോട് സഹകരിക്കും. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. എത്ര നാളത്തേക്കൊന്നുമില്ല. നമ്മൾ ഇന്ന് 100% പ്രതീക്ഷിച്ചത് ഏതായാലും നമുക്ക് ട്രക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്രതീക്ഷിതമായി ഓരോ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഞങ്ങളിന്ന് ഞങ്ങൾ ബഹുമാന്യ MP-യും 3 MLAമാരും പ്രത്യേകിച്ച് സതീഷ് MLA അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും ആ സ്പോട്ടിലാണ് ഇന്ന് മുഴുവൻ സമയം ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും അതുപോലെയാണ്. പക്ഷെ നാളെ സതീഷ് MLA ഇന്ദ്രബാലന് കൃത്യമായി ഒന്നുകൂടി ഉറപ്പ് നമ്മൾ പ്രതീക്ഷ ഇതിൻ്റെ മുങ്ങൽ തുടങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷെ പലപ്പോഴും വരുന്നത് അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്ന പറ്റാത്തൊരു സാഹചര്യമാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. തീർച്ചയായും നാളെ ഏതായാലും നമുക്ക് അർജുനെ കണ്ടെത്താമെന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.